ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് പബ്ലിക് എക്സാമിൻ്റെ റിവ്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കോൾഡാണ്. എന്താണെന്ന് അറിയില്ല, എക്സാമിൻ്റെ ടൈമിൽ അപ്പോൾ ഇവിടെ നിൽക്കുകയോ വന്നിട്ടുണ്ട് കോൾഡ്. വൈകുന്നേരം, അതായത് തലേദിവസം വൈകുന്നേരം വന്ന് എന്നിട്ട് എക്സാം ഹാളിൽ നിന്ന് ആ സംഭവമായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയാം. എനിക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആകെ എനിക്ക് അറിയാൻ പാടില്ലാണ്ട് വന്നതെന്ന് പറയാൻ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അയണാണോ ബിസ്മിത്താണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ അയണ എഴുതിച്ചേക്കുന്നത് തെറ്റാണ്. അപ്പോൾ ബാക്കിയെല്ലാം എനിക്ക് കറക്റ്റ് ആൻസറാണ്. അതായത് ഒന്നാമത്തെ ഇൻക്രീസസ്, രണ്ടാമത്തെ തെറ്റിപ്പോയി, മൂന്നാമത്തെ ഞാൻ ഗാമ റൈസ് എഴുതിച്ചു. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇമ്പാക്ട് പാരാമീറ്റർ ഇന്നലെ രാത്രി ഞാൻ നോക്കിയത്. ഞാൻ അവസാനത്തെ 3 മാർക്കിൻ്റെ എല്ലാ ചാപ്റ്ററും, ലൈക്ക് 3 മാർക്ക് വെയിറ്റേജുള്ള എല്ലാ ചാപ്റ്ററും സ്കിപ്പ് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ അവസാനം ഞാൻ നോക്കി, ബാക്കിൽ നോക്കി, ലൈക്ക് എപ്പോൾ എടുത്താലും ഫസ്റ്റിൽ നിന്നാണ് തുടങ്ങണത്. അതുകൊണ്ട് ബാക്കിൽ നിന്ന് തുടങ്ങിയോണ്ട് ഇമ്പാക്ട് പാരാമീറ്റർ ഇടാൻ പറ്റി. 4ാമത്തെ എനിക്കറിഞ്ഞില്ലായിരുന്നു. അതെ, 6ാമത്തെ ഞാൻ സ്കിപ്പ് ചെയ്ത്. 7ാമത്തെ എന്ന് പറയുമ്പോൾ ഫോൾസ് ആണ്. 5 എണ്ണം അറ്റൻഡ് ചെയ്യണം. ഞാൻ 5 അറ്റൻഡ് ചെയ്ത് ഒരെണ്ണം തെറ്റിപ്പോയി, അതായത് അയൺ തെറ്റിപ്പോയി. പിന്നെ 2 മാർക്കിന് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അതിനകത്ത് ടോർക്കിൻ്റെ ഞാനിങ്ങനെ സർക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ബാക്കിലേക്ക് ഞാൻ അറിയാവുന്നത് ഇങ്ങനെ സർക്കിൾ ചെയ്തിടും, എഴുതി കഴിഞ്ഞത് ഇങ്ങനെ വെട്ടിടും. അപ്പം ഞാൻ ഇത് സർക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനമാണ് ഞാൻ ഇതിൻ്റെ ഇക്വേഷൻ മാത്രം എഴുതി. ഡിറൈവ് ചെയ്യണത് എങ്ങനെയാണെന്ന് മറന്നുപോയി. എനിക്ക് കൺഫ്യൂഷനായി. 2 ടോർക്ക് ഉണ്ടല്ലോ, ഒന്ന് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി, അതിൻ്റെ ഇൻറ്റഗ്രേഷനൊക്കെ ഉള്ള ഒരു സംഭവമാണ്. മറ്റേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ടോർക്ക് ഉണ്ടായിരുന്നു, അത് ഇത്തിരി സിമ്പിളാണ്. ഞാൻ എഴുതിയേക്കണത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആണോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആണോ എന്ന് ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇല്ല, എഴുതി ലാസ്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡിറൈവ് ചെയ്തിട്ടില്ല. ലൈക്ക് അറൈവ് എന്ന് എഴുതിയേക്കണോണ്ട് എനിക്ക് ഡിറൈവ് ചെയ്യണം. ഡിറൈവ് എന്ന് പറയുമ്പോഴേക്കും ഓക്കെ ഡെറിവേഷൻ പോലെ എഴുതണം. അറൈവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എഴുതിയാൽ മതി എന്ന് ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ലെൻസസ് ലോ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രെഡിക്റ്റ് ദ പോളാരിറ്റി. അപ്പോൾ ഞാൻ സ്പൈറൽ ബൈൻഡ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ലൈക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, പക്ഷേ എ പോസിറ്റീവാണ്, ബി നെഗറ്റീവാണ്, അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഗൂഗിൾ ലെൻസിലാണ് ലൈക്ക് ആൻസർ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഗൂഗിൾ ലെൻസിൽ എയ്റ്റിനെ ലൈക്ക് സ്പെസിഫിക് ആയിട്ട് A to B അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ ബസ്സിലിരുന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ½ hour ട്രാവൽ ചെയ്യണം. അപ്പോൾ ബസ്സിലിരുന്നപ്പോൾ ഞാനിങ്ങനെ ഈ സംഭവം ഞാൻ കണ്ടതായിരുന്നില്ല ബസ്സിൽ, ഫോർ എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ. പക്ഷെ എനിക്ക് ട്രാൻസ്ഫോമർ അങ്ങനെ ആ സംഭവമൊന്നും ഇഷ്ടമല്ല. ഞാൻ പഠിക്കാനിരുന്നാലും എനിക്കത് തലയിൽ നിൽക്കത്തൂല. അങ്ങനെ ഞാനത് പഠിച്ചില്ല. ലൈക്ക് കണ്ടായിരുന്നു, പക്ഷെ വെറുതെ വായിച്ചു വിട്ടു. പഠിച്ചില്ല, അതുകൊണ്ട് എഴുതിയില്ല. ലൈക്ക് ആ 4 ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ എന്താണ് അതിന് പരിഹാരമായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാന്നുള്ള കാര്യം വരെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ പഠിച്ചില്ല, എഴുതിയില്ല. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചാനലിൽ എത്തപ്പോൾ ബ്ലാങ്കായി. എനിക്കൊരുമാതിരി പുച്ഛമായിരുന്നു ലൈക്ക് അവസാനത്തെ ചാപ്റ്ററിനോട്. അവസാനത്തെ ലൈക്ക് 3 മാർക്കിൻ്റെ ചാപ്റ്റർ അത് പഠിക്കാതിരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് 8 മാർക്ക് വെയിറ്റേജ് ഉണ്ട്, അതൊന്നും ആയിട്ടില്ല, അതിലോട്ട് ചാടും. ഇതിനെ മൈൻഡ് ചെയ്യില്ല. അപ്പം അങ്ങനെ അതിനകത്ത് നിന്ന് വന്നതൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല മര്യാദ. 12ാമത്തെ ഞാൻ എഴുതിയില്ല, 13ാമത്തതും ഞാൻ എഴുതിയില്ല. 14ാമത്തേൻ്റെ എനിക്ക് ഐസോട്ടോപ്പിൻ്റെ ന്യൂട്രോൺ നമ്പർ ഞാൻ സെയിം എന്ന് എഴുതിച്ചു, പക്ഷേ ഡിഫറെൻ്റ് ആയിരുന്നെന്നാണ് ഗൂഗിൾ ലെൻസ് പറഞ്ഞത്. പിന്നെ 15ാമത്തെ എന്ന് പറയുമ്പോൾ അത് ഞാൻ എഴുതിയിട്ടുണ്ടായി. പിന്നെ ബി ക്വസ്റ്റ്യൻ 90 ഡിഗ്രിയാണ്, ലൈക്ക് എം ബി സൈൻ തീറ്റ, PE സൈൻ തീറ്റ. അതെ, PE സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ മാക്സിമം ആകുന്നത് 90-ലാണല്ലോ, കാരണം സൈൻ 0 ആണ്. അപ്പോൾ എനിക്ക് ഇത്തിരി കോൺഫിഡൻസ് ഉള്ളത് ഈ സീരീസും പാരലും. പിന്നെ വീറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ടായിരുന്നു, ബാലൻസിങ് കണ്ടീഷൻ ഓഫ് വീറ്റ് സ്റ്റോൺ. ഇത് രണ്ടും ഇതിനകത്ത് എന്തോ സീരീസ് മാത്രം എന്തോ മോഡലിൽ വന്നിട്ടുണ്ടായി, വീറ്റ് സ്റ്റോണും മോഡലിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. മാഗ്നറ്റൈസേഷൻ എനിക്ക് എന്താ സംഭവം എന്ന് അറിയാം, പക്ഷെ ഞാൻ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. ഓക്കെ, എൻ്റെ ബി ക്വസ്റ്റ്യൻ ഞാൻ ന്യൂമറിക്കൽ ആയതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഇക്വേഷൻ അറിയാം, പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല എഴുതേണ്ടത്. ഞാൻ എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട് അവസാനം, ലൈക്ക് എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്കിങ്ങിന് തരുമായിരിക്കും. പിന്നെ സ്നെൽസ് ലോ ഞാൻ ഫിഗർ വരച്ചപ്പോൾ തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ. പക്ഷേ അവസാനത്തെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. ലൈക്ക് എന്തൊക്കെയോ അവസാനത്തെ ഇക്വേഷൻ അനുസരിച്ച് ഞാൻ ഇതിൽ വന്ന് ഫിഗറിൽ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്നത് ഞാൻ എഴുതിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്നും എഴുതാണ്ടിരുന്നിട്ടില്ല. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അറിയില്ല. പിന്നെ
സർക്യൂട്ടിൽ ഫുൾ വേവ് ഞാൻ ഫുൾ വേവും ഹാഫ് വേവും കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്രാഫൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് അതിൻ്റെ സർക്യൂട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. സർക്യൂട്ട് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഈ വരച്ച് പഠിച്ചില്ല ഞാൻ കണ്ട്. അപ്പം അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയിലേക്ക് എഴുതി, കണ്ടിട്ടുള്ള ഓർമ്മയിൽ സർക്യൂട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റേ ടാപ്പിംഗ് ഒക്കെ ഉള്ളത് അത് പിന്നെ വർക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാർക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫുള്ള്, അതിന് മാത്രം ഫുള്ള്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവസാനം ഇക്വേഷൻ ആയിട്ട് എഴുതണമല്ലോ, നമ്മളത് ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ ഡെഡ്യൂസ് ദ റിലേഷൻ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ എൻ്റെ മനസ്സിലെന്താണെന്ന് അറിയും, ഫസ്റ്റ് ചാപ്റ്ററിൽ ഇക്വിറ്റോറിയലും ഉണ്ട്, ആക്സിയൽ ലൈനും ഉണ്ട്. അതായത് എന്താണ് എക്സ്പ്രഷൻ ഇലക്ട്രിക് ഫീൽഡ്, ഇന്ന് ഇക്വിറ്റോറിയലും ആക്സിയൽ ലൈനും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതെ. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്താണ് ലൈക്ക് സെക്കൻഡ് ചാപ്റ്ററിലും അതുപോലെ തന്നെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു പോയിന്റ് ചാർജിൻ്റെ കണ്ടുപിടിക്കണത്. പിന്നെ ഡൈപോളിൻ്റെ എന്ന് കേട്ടപ്പോൾ എനിക്ക് മറ്റേ ഒരു പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ ആ ഒരു സംഭവം വന്നു. നോക്കി ഈ രണ്ടും, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടണതും പോയിന്റ് ചാർജ്, അതായത് അത് പോയിന്റ് ചാർജായിരുന്നു. ഞാൻ അതിൻ്റെ ആക്സിയലിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ മൈൻഡ് ആയിരുന്നുകൊണ്ട് ഞാൻ അത് രണ്ടും വെച്ചിട്ടുണ്ട്, ലൈക്ക് ഡിറൈവ് ചെയ്തിട്ടില്ല. വെറുതെ എന്താണ് അറൈവ് എന്ന് എഴുതിയേക്കണോണ്ട് ഡെഡ്യൂസ് എന്ന് എഴുതിയേക്കണത്. ഫുള്ള് കൺഫ്യൂഷനായിട്ട് ഞാൻ എന്താ ലാസ്റ്റത്തെ അത് മാത്രം എഴുതിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ലൈക്ക് ഡെഫിനിഷൻ കിട്ടുമായിരിക്കും, മറ്റേത് ഇത്തിരി ഡെറിവേഷൻ ആയിരുന്നു 3 മാർക്കിൻ്റെ. വെറുതെ ഇക്വേഷൻ എഴുതിച്ചാൽ 3 മാർക്ക് തരത്തില്ല. അപ്പോൾ അത് അത്ര വലിയ കാര്യമാക്കുന്നില്ല. പിന്നെ മറ്റേ ഡ്രിഫ്റ്റ് വെലോസിറ്റീൻ്റെ അത് ഞാൻ ഇവിടെ അറൈവ് എന്ന് കണ്ടെങ്കിൽ ഞാൻ പക്ഷേ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ന്യൂമറിക്കൽസും എനിക്ക് ആൻസർ കറക്റ്റായിരുന്നു. അതിൻ്റെ മാത്രം ന്യൂമറിക്കൽ എനിക്ക് ആൻസർ കറക്റ്റാണ്, വേറെ ഒന്നും എനിക്ക് കറക്റ്റല്ല. ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി. പിന്നെ ലോങ് സോളിനോയിഡ് സ്കിപ്പ് ചെയ്തു. അതായത് 24ാമത്തെ ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്നൊരു കൺഫ്യൂഷനായി. ലൈക്ക് കോൺ കേവ് അല്ലല്ലോ, കോൺവെക്സ് അല്ലേ. ഇപ്പം കൺവേർജിങ് ആണെന്ന് വിചാരിച്ചില്ല, കോൺവെക്സ് ആണ് ഡൈവേർജിങ്. അപ്പോൾ ഞാൻ കൺവേർജിങ് തന്നെ എഴുതിച്ചേക്കണത്. പിന്നെ ബി ക്വസ്റ്റ്യൻ ഡയഗ്രാം വരച്ചിട്ട് എന്താണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്നത്. എനിക്ക് ലീനിയർ മാഗ്നിഫിക്കേഷൻ ഇൻഫിനിറ്റിൻ്റെ അറിയാം, പിന്നെ നിയർ പോയിന്റിൻ്റെയും അറിയാം. ലൈക്ക് ഇതിൻ്റെ ന്യൂമറിക്കൽസ്, അതായത് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ന്യൂമറിക്കൽസ് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ അവസാനത്തെ ആ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ച്, പക്ഷെ ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷേ ഇതിനകത്ത് കൊടുത്തേക്കണത് അറൈവ്ഡ് എക്സ്പ്രഷൻ ആണ്. എനിക്ക് അറൈവ് ഒക്കെ തന്നെയായിരുന്നു. ഞാൻ എന്തൊക്കെയോ കൺഫ്യൂഷനുണ്ട്. നിയർ പോയിന്റ് 1 + d/f എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റിയിൽ വെറും d/f ആണോ, ബ്ലാങ്ക് ആയി, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സ്റ്റേറ്റ് ഗോസസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എഴുതിയിട്ടുണ്ട്. ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് സി പാർട്ട് ആയപ്പോഴേക്കും കുറച്ച് ഡൗട്ടുണ്ട്. ഞങ്ങൾക്ക് ലെൻസ് മേക്കേഴ്സ് ഫോമിൽ ഡിറൈവ് ചെയ്യാൻ, അതിൽ മാത്രം ഡിറൈവ് എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ന്യൂമറിക്കൽസ് സ്വാഭാവികം തെറ്റാണ്, പക്ഷെ ഞാനെല്ലാം എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം ഓവറോൾ ഡബിൾ വാല്യൂഷനുള്ളതുകൊണ്ട് എനിക്ക് +1 ഡബിൾ പാസ് ഉണ്ടായി. അതുകൊണ്ട് തോറ്റു പോകും എന്നുള്ള ഭയമില്ല. എന്നാലും ഓക്കെ. അപ്പം നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ന്യൂമറിക്കൽസ് കുറവായിരുന്നു കൊണ്ടൊരു ആശ്വാസം ഉണ്ടായി. ലൈക്ക് ന്യൂമറിക്കൽസ് കൂടുമെന്നുള്ളൊരു പേടി സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടായി. പക്ഷേ എനിക്ക് ക്വസ്റ്റ് പേപ്പർ ഉണ്ടപ്പോൾ ന്യൂമറിക്കൽസ് ഇല്ല, കുറവാണ്, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലൈക്ക് ബിലോ ആവറേജിന് കയറി വരാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷേ സംഭവം എങ്ങനെയോ. പിന്നെ എന്തോ പറയാൻ വേണ്ടി പറഞ്ഞു ബേബി